തിരുപ്പിറവിലേക്ക് സ്വാഗതം. ദൈവത്തിന് നീ കീഴ്പ്പെടുക, നിന്റെ ബുദ്ധിശക്തിയെ വിശ്വാസത്തിന് വിധേയമാക്കുക. എങ്കിൽ നിനക്ക് ആവശ്യമുള്ളിടത്തോളം ഉപകാരപ്രദമായ വിജ്ഞാന പ്രകാശം ലഭിക്കും. വിശുദ്ധ പീറ്റർ ഫുറിയന്റെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവ് ആരംഭിക്കാം. അനുഷാജി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം.
മക്കൾക്ക് വേണ്ടി നമുക്ക് എങ്ങനെ മാറാം? ബ്രദർ സിജു ആലഞ്ചേരിയുടെ വാക്കുകൾ ശ്രവിക്കാം. തോട്ട്സ് ഫോർ ലൈഫിൽ. ഇന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുമായിട്ട് ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, മക്കളുടെ പ്രഥമവും പ്രധാനപ്പെട്ടവരുമായ അധ്യാപകർ നമ്മൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വീട് വിദ്യാലയമായിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ മാതാപിതാക്കന്മാർ അവരുടെ എല്ലാമായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് കുടുംബം, വീട് ഒരു മടുപ്പനുഭവമായിട്ട് മാറരുത്, മറിച്ചൊരു മധുരാനുഭവമായിട്ട് മാറാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്തയാണ് മക്കളെ എങ്ങനെ മാറ്റാം. അങ്ങനെ ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല. മക്കളെ എങ്ങനെ കുറച്ചുകൂടി മാറ്റിയെടുക്കാം, മക്കളെ എങ്ങനെ കുറച്ചുകൂടി മികച്ചവരാക്കാം, മക്കളുടെ സ്വഭാവ രൂപീകരണം, അവരുടെ ചില ശീലങ്ങളൊക്കെ എങ്ങനെ കുറച്ചുകൂടി മാറ്റിയെടുക്കാം, മികച്ചവരാക്കാം എന്ന് ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ. പക്ഷെ വ്യത്യസ്തമായ ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. മക്കൾക്ക് വേണ്ടി നമുക്കെങ്ങനെ മാറാം? നമ്മുടെ വീട്ടിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാരായ നമുക്ക് എങ്ങനെ മാറാം എന്നുള്ള വളരെ ചിന്തനീയമായ, വളരെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം കുടുംബങ്ങളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതിന് വിളിക്കുന്ന പേരിതാണ് പ്രസൻറ്റബിൾ പേരൻറ്റിങ്. നമ്മൾ മാതാപിതാക്കന്മാർ പ്രസൻറ്റബിൾ ആയിട്ട് മാറണം എന്ന് പറഞ്ഞാൽ, 5ാം ക്ലാസ്സിലെ മകൻ 8ാം ക്ലാസ്സിലെ മകൾ അപ്പനെ ചൂണ്ടിക്കാട്ടി ഇതാണ് എൻ്റെ പപ്പ, ഇതെൻ്റെ പപ്പയാണ്, ഇതെൻ്റെ ഡാഡിയാണ്, ഇതെൻ്റെ ചാച്ചനാണ്, അച്ഛനാണ് എന്ന് പറയുമ്പോൾ ആത്മാഭിമാനത്തോടെ അവൾക്കത് പറയാൻ പറ്റണം. ഇതിൻ്റെ പേരാണ് പ്രസൻറ്റബിൾ പേരൻറ്റിങ്. നമ്മൾ മാതാപിതാക്കന്മാർ സഞ്ചരിക്കുന്ന വണ്ടിയുടെ വാഹനത്തിൻ്റെ വില അല്ല, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വലിപ്പം അല്ല, നമുക്ക് ഏത് ജോലിയുണ്ട്, എന്തുമാത്രം പഠിക്കാൻ പറ്റി, ഇതൊന്നുമല്ല. മറിച്ച് അവരാഗ്രഹിക്കാത്ത മാതാപിതാക്കന്മാർ, മക്കൾ കാണാൻ ആഗ്രഹിക്കാത്ത, കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഇടങ്ങളിൽ, സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ നമ്മൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് പ്രസൻറ്റബിൾ പേരൻറ്റിങ്. എൻ്റെ മമ്മിയാണ് കേട്ടോ, എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ, എൻ്റെ പപ്പയാണ് കേട്ടോ എന്നൊക്കെ പറയാൻ അവർക്കൊരു ആത്മാഭിമാനം ഉണ്ടാവണം. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, അതൊരു യാഥാർത്ഥ്യമല്ലേ? എല്ലാ ധ്യാനങ്ങളിലും, വിശ്വാസ പരിശീലനങ്ങൾ, അല്ലാതെ സ്കൂളുകളിൽ പോലും അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മക്കളെ, ദൈവം കഴിഞ്ഞാൽ നിങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങൾ മാതാപിതാക്കന്മാരാണ്, അതാണ് ശരി. മക്കളെ, ദൈവത്തെ പോലെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ട മനുഷ്യർ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരാണ്. അവരെ സങ്കടപ്പെടുത്തരുത്, കുടുംബത്തെ വേദനിപ്പിക്കരുത്. എപ്പോഴും മാതാപിതാക്കന്മാർ, ഇതെല്ലാം കൃത്യമായിട്ടും നമ്മൾ വിശ്വാസ പരിശീലനം, സൺഡേ സ്കൂള്, മറ്റ് ധ്യാന കേന്ദ്രങ്ങൾ, സെമിനാറുകൾ, പ്രോഗ്രാമുകളൊക്കെ അവിടെ നമ്മൾ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അതാണ് ശരി, അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിനോട് ചേർന്ന് വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കുക. ഈ ഒരു സ്നേഹവും ബഹുമാനവുമൊക്കെ കിട്ടുന്ന രീതിയിൽ, കിട്ടേണ്ട രീതിയിൽ നമ്മൾ മാതാപിതാക്കന്മാർ കുറച്ചുകൂടി ഒന്ന് പ്രസൻറ്റബിളായിട്ട് ജീവിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. ഇത് പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കാമെങ്കിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ വീട്ടിൽ 5000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒന്ന് ചിന്തിക്കണേ, എൻ്റെ കൂടെ സഞ്ചരിക്കണേ. 5000മോ 6000മോ 10000മോ എത്രയും ആവട്ടെ, ആ വാട്ടർ ടാങ്കിനടിയിൽ ഒരു ചെറിയ ടാപ്പ് കൂടിയുണ്ട് എന്ന് സങ്കല്പിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം എല്ലാ ദിവസവും എടുക്കുക ഈ ടാപ്പിൽ കൂടിയാണ്. നാളെ നിങ്ങൾ വെള്ളം എടുക്കാൻ പാത്രവുമായിട്ട് ചെല്ലുന്നു, ടാപ്പ് തുറക്കുന്നു, പക്ഷേ വെള്ളം വരുന്നില്ല, അഥവാ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയുന്നു. നൂല് പോലെയാണ് വെള്ളം വരിക. നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക? ടാപ്പ് തിരിക്കുന്നു, ടാപ്പ് ഒന്ന് മറിച്ച് നോക്കുന്നു, തിരിച്ചു നോക്കുന്നു, ശരിയല്ലേ? പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, ടാങ്കിനകത്ത് ഇത്തിരി പായൽ അടിഞ്ഞു കിടക്കുക, ടാങ്കിനകത്ത് ഇത്തിരി ചെളി അടിഞ്ഞു കിടക്കുക. ഏതാണ്ടൊരു പരസ്യം പറയും പോലെ, പായലേ വിട അല്ലേ, പൂപ്പലേ വിട. നമ്മളൊന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ഒരു പണിക്കാരനെ കൊണ്ട് ടാങ്കിനകത്ത് ഇറങ്ങി ആ പായലും പൂപ്പലും ചെളിയുമെല്ലാം ഒന്ന് അടിച്ചു വാരി കഴുകി തെളിച്ചും വൃത്തിയാക്കി ടാങ്ക് ഒന്ന് വെടിപ്പാക്കി കഴിഞ്ഞപ്പോൾ ദേണ്ട വരുന്നു വെള്ളത്തിൻ്റെ ഫ്ലോ. പൈപ്പിൽ കൂടി, ടാപ്പിൽ കൂടി വെള്ളത്തിൻ്റെ ഫ്ലോ കൂടി. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമ്മളാണ്
ടാങ്കുകൾ, മക്കളാണ് ടാപ്പുകൾ. അതുകൊണ്ട് ടാങ്ക് ക്ലീൻ ചെയ്താൽ ടാപ്പിൽ കൂടിയുള്ള ഫ്ലോ കൂടിയിരിക്കും, കൂടിയേ പറ്റൂ. അതുകൊണ്ട് മക്കളെ മാറ്റാൻ, മക്കളുടെ ശീലങ്ങളെ മാറ്റാൻ, ചെറിയ പ്രായത്തിൽ അവർക്ക് വലിയ സ്വപ്നങ്ങൾ കൊടുക്കാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം മക്കൾക്ക് അനുഭവദായകമായിട്ട് മാറാൻ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ നമ്മൾ മാറിയേ പറ്റൂ, പ്രസൻറ്റബിളായേ പറ്റൂ. ചിന്തിച്ച് നോക്കിക്കേ. വഴിയിൽ കാണുന്ന അപ്പനെ നോക്കി ഇതെൻ്റെ ചാച്ചനാണ്, ഇതെൻ്റെ ഡാഡിയാണ്, എൻ്റെ പപ്പയാണെന്ന് ഒരു 6ാം ക്ലാസ്സുകാരന് അഭിമാനത്തോടെ പറയാൻ പറ്റും. പക്ഷെ വഴിയിൽ കിടക്കുന്ന ഒരപ്പനെ നോക്കി, വ്യത്യാസം മനസ്സിലായോ? വഴിയിൽ കാണുന്ന ഒരപ്പനെ നോക്കി ഇതെൻ്റെ അപ്പനാണെന്ന് പറയാൻ അവർക്കൊരു അഭിമാന ബോധമുണ്ട്. പക്ഷെ വഴിയിൽ കിടക്കുന്ന ഒരപ്പനെ നോക്കി, മദ്യപിച്ച് സുബോധമില്ലാതെ കിടക്കുന്ന ഒരപ്പനെ നോക്കി ഇതെൻ്റെ ചാച്ചനാണെന്ന്, ഇതെൻ്റെ പപ്പയാണെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് ചങ്കു പൊടിക്കും. 3 പെൺമക്കൾ അമ്മയുടെ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്ത് രാത്രിയിൽ അമ്മയ്ക്ക് വേണ്ടി കാവലിരിക്കുന്ന ഒരു കുടുംബം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഒന്നല്ല, ഒരുപാട് കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവരെ, 3 മക്കളും പൊട്ടിക്കരയുകയാണ്. മൂത്ത മകൾ, 2ാമത്തെ ആൾ, 3ാമത്തെ ആൾ, എല്ലാവരും മിടുക്കരാ, പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ കുടുംബത്തെ കാണുമ്പോൾ ഈ മക്കൾ 3 പേരും പ്രത്യേകമായിട്ട് വിളിച്ചു, അവരോട് സംസാരിച്ചു. അപ്പനെ വിളിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ 50 വയസ്സുള്ള അപ്പൻ 5ാം ക്ലാസ്സുകാരനെ പോലെ പൊട്ടിക്കരയുകയാണ്. ഞാൻ ഉണ്ടാക്കിയത് മുഴുവനും അവൾ നശിപ്പിച്ചു. ഞാൻ അയച്ചു കൊടുത്ത സ്വർണവും പണവും എല്ലാം അവൾ നഷ്ടമാക്കി. ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ സാരമില്ല സാറേ, പണമല്ലേ, സ്വർണമല്ലേ, ഒക്കെ തിരിച്ചു പിടിക്കാം, ഉണ്ടാക്കിയെടുക്കാം. വിദേശത്ത് ഒരു വലിയ ജോലിയിലാണ് അദ്ദേഹം. പക്ഷെ എൻ്റെ 3 പെൺകുഞ്ഞുങ്ങളെ പറ്റി ഓർത്തെങ്കിലും, എൻ്റെ 3 പെൺകുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഇവൾക്ക് കുറച്ചുകൂടി മാന്യമായിട്ട് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ച് കരയുന്ന ഒരു മനുഷ്യൻ, 50 വയസ്സുകാരൻ. ഈ 3 പെൺകുഞ്ഞുങ്ങൾ അമ്മയ്ക്ക് രാത്രി കാവലിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാവലിരിക്കാറുണ്ട്, ശരിയല്ലേ? കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോൾ, അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആശുപത്രികളിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് വന്ന് മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടി വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ലോക്ക് ചെയ്ത് മാതാപിതാക്കന്മാർക്ക് വേണ്ടി കാവലിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോവുക. ഇവിടെയാണ് പ്രസൻറ്റബിൾ പേരൻറ്റിങ്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, മാതാപിതാക്കന്മാർ മക്കൾ കാണാൻ പാടില്ലാത്ത ഇടങ്ങൾ, സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ നമ്മുടെ മക്കൾ കാണാൻ പാടില്ല. പ്രസൻറ്റബിൾ പേരൻറ്റിങ്. നമുക്കെല്ലാം അറിയാം, ഇന്ന് ഒരു വീട്ടമ്മ പോലും ഒരു പബ്ലിക് ഫിഗറായിട്ട് മാറുകയാണ്, ശരിയല്ലേ? നിങ്ങൾ ജോലിക്ക് പുറത്തൊന്നും പോകുന്നില്ല, നിങ്ങൾ വീടിനകത്ത് തന്നെയുണ്ട്, നിങ്ങൾ വീട്ടമ്മയാണ്. പക്ഷേ ഈ വീടിനകത്തേക്ക്, ഈ അടുക്കളയിലേക്ക് പോലും ലോകം മുഴുവനും വരികയാണ്. സോഷ്യൽ മീഡിയ, മറ്റ് ഓൺലൈൻ ഫെസിലിറ്റീസ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സാപ്പ്, ലോകം മുഴുവനും അടുക്കളയിലേക്കും കിടപ്പുമുറിയിലേക്കും വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നമ്മൾ കുറച്ചുകൂടി പ്രസൻറ്റബിളായിട്ട് മാറണം. എൻ്റെ കൂടെ പഠിച്ച 3 പേരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. പറഞ്ഞാൽ വലിയ ഉദ്യോഗസ്ഥരാണ്, വലിയ അറിവുള്ള, കഴിവുള്ള, ഒരുപാട് ശമ്പളങ്ങളുള്ള, സമൂഹത്തിൽ ഒരുപാട് നിലയും വിലയുമുള്ള ഈ 3 പേരുടെയും പ്രസൻറ്റബിൾ പേരൻറ്റിങ് അല്ലാത്തത് കൊണ്ട് കുടുംബം എന്തുമാത്രം നീറുന്നുണ്ട് എന്നുള്ളത് ഒരു നേർക്കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, സൈഡ് റിലേഷൻഷിപ്പ് ഒന്ന് ഒരുപാട് കൂടി വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പൻ്റെയും അമ്മയുടെയും അവിഹിതമായ, വേണ്ടാത്ത, അത് അവർ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരാവാം, അവരെന്നും കാണുന്നവരാവാം, അവർ ജോലിയുമായിട്ട് അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെടുന്ന സൗഹൃദങ്ങളൊക്കെ ആകാം. പക്ഷെ ഒരൊറ്റ കാര്യം ഓർപ്പിക്കുന്നു, പ്രസൻറ്റബിൾ പേരൻറ്റിങ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്ന, ഫ്രജൈൽ, ഈസിലി ബ്രേക്കബിൾ ആണ്. മക്കളുടെ മറുപേരാണ് ഫ്രജൈൽ, ഈസിലി ബ്രേക്കബിൾ ആണ്. അതുകൊണ്ട് അവർ തകർന്നു പോകുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും കാണപ്പെടാൻ, അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, മക്കൾ ആഗ്രഹിക്കുന്നില്ല, ആരും ആഗ്രഹിക്കുന്നില്ല. ഇതാണ് പ്രസൻറ്റബിൾ പേരൻറ്റിങ്. അതുകൊണ്ട് ഓർക്കണം, ടാങ്കാണ് ക്ലീൻ ചെയ്യേണ്ടത്, ടാപ്പല്ല. ആരാണ് ടാങ്ക്? നമ്മളാണ് ടാങ്ക്. ചിന്തിച്ച് നോക്കിക്കേ, എത്ര ടാപ്പുകൾ വീട്ടിലുണ്ട്, അഥവാ എത്ര മക്കൾ വീട്ടിലുണ്ട്. ഞാൻ 3 ടാപ്പുകളുടെ ടാങ്കാണ്, 3 മക്കളുടെ ടാങ്കാണ്, അപ്പനാണ് ഞാൻ.
അതുകൊണ്ട് ഈ ദൈവം നൽകിയിരിക്കുന്ന 3 ടാപ്പുകൾ, ഈ 3 മക്കൾ, ഓരോ മക്കളെയും ഓരോ സമയത്ത് കാണുമ്പോഴും ഈ ടാങ്ക് എന്നോട് തന്നെ പറയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. എങ്ങനെയൊക്കെ കുറച്ചുകൂടി മക്കൾക്ക് വേണ്ടി എനിക്ക് മാറാൻ പറ്റും. അതുകൊണ്ട് മക്കളെ ഇന്നു മുതൽ കാണുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ദൈവം നൽകിയിരിക്കുന്ന ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടി, ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ അമൂല്യമായ സമ്പത്ത് ഈ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർക്ക് എങ്ങനെ മാറാൻ പറ്റും. ഇതാണ് പ്രസൻറ്റബിൾ പേരൻറ്റിങ്ങിലെ ഒരു പെയിൻ. മോർ പെയിൻ മോർ ഗെയിൻ, നോ പെയിൻ നോ ഗെയിൻ. മക്കൾക്ക് വേണ്ടി ഇത്തിരി വേദന എടുത്താൽ അത് മക്കൾക്കൊരു നേട്ടമായിട്ട് മാറും, കുടുംബത്തിന് ഒരു നേട്ടമായിട്ട് മാറും. ഇനി വേദനിക്കാതെ നമുക്ക് ഒന്നും വളർത്താൻ പറ്റില്ല. ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. പോസിറ്റീവ് വൈബ്സിൽ ഒരു കഥയുമായി നിഷ ചേച്ചി റെഡിയാണ്. രണ്ട് സുഹൃത്തുക്കൾ ഒരിക്കൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ അവരൊരു ഗ്രാമത്തിൽ എത്തി. നടക്കുന്നതിനിടയിൽ ഒരു മരത്തിൽ മനോഹരമായ ഒരു വാൾ തൂങ്ങിക്കിടക്കുന്നത് അവർ കണ്ടു. ഒന്നാമൻ ഓടിച്ചെന്ന് ആ വാളെടുത്ത് തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു. വാളെടുക്കുമ്പോൾ അയാൾ പറഞ്ഞു, നോക്കൂ, മനോഹരമായൊരു വാൾ എനിക്ക് കിട്ടിയിരിക്കുന്നു. രണ്ടാമത്തെ സുഹൃത്ത് ഒന്നാമനോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്, ഒരുമിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നതും. ഈ വാൾ കിട്ടുമ്പോൾ എനിക്ക് വാൾ കിട്ടി എന്നല്ലല്ലോ, മറിച്ച് നമുക്ക് വാൾ കിട്ടി എന്നല്ലേ പറയേണ്ടത്. ഒന്നാമൻ രണ്ടാമനോട് കയർത്തു, ഈ വാൾ ആദ്യം കണ്ടത് ഞാനാണ്, ഇത് എടുത്തതും ഞാനാണ്, അതുകൊണ്ട് തന്നെ ഈ വാൾ എൻ്റെ സ്വന്തമാണ്, എൻ്റെ മാത്രമാണ്. രണ്ടാമൻ നിശബ്ദനായി. അവർ യാത്ര തുടർന്നു. ഗ്രാമാതിർത്തിയിലെത്തിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവർക്കെതിരെ വന്നു. അവർ ഒന്നാമനെ പിടിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു, കൊലയ്ക്ക് ഉപയോഗിച്ച വാൾ ഇയാളുടെ കയ്യിലാണ്, തീർച്ചയായും ഇയാളായിരിക്കണം കൊലപാതകി. ഇത് കേട്ട് ഭയന്ന ഒന്നാമൻ രണ്ടാമത്തെ സുഹൃത്തിനോട് പറഞ്ഞു, നമ്മൾ കഷ്ടത്തിലായിരിക്കുന്നു, നമ്മളെ ഇവർ ശിക്ഷിക്കും. ഇത് കേട്ട് രണ്ടാമൻ മറുപടി പറഞ്ഞു, നമ്മളല്ല കഷ്ടത്തിലായിരിക്കുന്നത്, മറിച്ച് നീയാണ്. വാൾ നിന്റേത് മാത്രമാണ് എന്നല്ലേ നീ പറഞ്ഞത്, അതുകൊണ്ട് ഇതിൻ്റെ ശിക്ഷയും നീ മാത്രം അനുഭവിച്ചാൽ മതി. ഗ്രാമനിവാസികൾ അയാളെ പിടിക്കുകയും കുറേ നാളത്തേക്ക് ആ ഗ്രാമത്തിലെ തുറുങ്കിലടക്കുകയും ചെയ്തു എന്നതാണ് കഥ. സൗഹൃദങ്ങൾ പലതരത്തിലുണ്ട്. ചിലർ ഈ കഥയിലെ സുഹൃത്തുക്കളെ പോലെയാണ്. തനിക്ക് നേട്ടങ്ങളോ സൗഭാഗ്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാർത്ഥതയോടെ, അഹങ്കാരത്തോടെ അത് തൻ്റേത് മാത്രമായി സൂക്ഷിക്കും. സുഹൃത്തുക്കളെ അകറ്റി നിർത്തും. എന്നാൽ ദുഃഖങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ മറ്റുള്ളവരെ പങ്കുചേരാനായിട്ട് വിളിക്കും. ഇനി നേരെ തിരിച്ചുള്ളവരുമുണ്ട്. തങ്ങളുടെ സന്തോഷത്തിലും സൗഭാഗ്യത്തിലും മറ്റുള്ളവരെ പങ്കുചേരാൻ വിളിക്കുകയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അവരെ അകറ്റി നിർത്തി ഒളിച്ചിരിക്കുകയും ചെയ്യുന്നവർ. ചില സുഹൃത്തുക്കൾ നമ്മുടെ ദുഃഖങ്ങൾ വരുമ്പോൾ അതിൽ സഹതപിക്കാനും അനുകമ്പ പ്രകടിപ്പിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അതേ വ്യക്തികൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ അസൂയപ്പെടുകയും നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരും ഉണ്ട്. പലതരത്തിലുള്ള സുഹൃത്തുക്കളെയും സൗഹൃദങ്ങളെയും നമുക്ക് കാണാം. യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത് ഉയർച്ചകളിലും താഴ്ചകളിലും ഒരുപോലെ കൂടെ നിൽക്കുന്നതാണ്. നേട്ടങ്ങളിലും കോട്ടങ്ങളിലും ഒരുപോലെ കൈപിടിക്കുന്നതാണ്. അപമാനങ്ങളിലും അതുപോലെ സന്തോഷങ്ങളിലും ഒരുപോലെ ചേർന്ന് നിൽക്കുന്നതാണ്. അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ മാത്രമാണ് യഥാർത്ഥ സൗഹൃദങ്ങൾ. വിശുദ്ധ പീറ്റർ ഫുറിയന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നീ കീഴ്പ്പെടുക,
നിന്റെ ബുദ്ധിശക്തിയെ വിശ്വാസത്തിന് വിധേയമാക്കുക. എങ്കിൽ നിനക്ക് ആവശ്യമുള്ളിടത്തോളം ഉപകാരപ്രദമായ വിജ്ഞാന പ്രകാശം ലഭിക്കും. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ മരിയേ, നിന്നിൻ പുണ്യമേ, അമ്മേ